നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമ്മിലെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റിസം ആൻഡ് ലോജിക് എന്നുള്ള ആ ഒരു കോഴ്സിലെ ബ്ലോക്ക് 1 ആയിട്ടുള്ള ഹ്യൂമാനിസം യൂണിറ്റ് 1 ഫൗണ്ടേഷണൽ ടേംസ് അതിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. ഇതിൽ നമ്മൾ നമുക്കുള്ള സമയപരിമിതി മൂലമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസറുകളും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് ഫുള്ള് യൂണിറ്റുകൾ കവർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളും നമുക്കൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇപ്പൊ നടത്താനും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റ് വൈസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ മാക്സിമം ഒരു വീഡിയോയിൽ നമുക്ക് മാക്സിമം എത്രത്തോളം യൂണിറ്റ് കവർ ചെയ്യാമോ അത്രത്തോളം എത്തിക്കാം. അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് 1 ആണ്, ഫൗണ്ടേഷണൽ ടേംസ് എന്നാണ് യൂണിറ്റിന്റെ പേര്. So first question, why do we follow learned persons to understand the deeper meaning of knowledge? അതായത് അറിവിന്റെ ആഴം അർത്ഥം മനസ്സിലാക്കാൻ നാം എന്തിനാണ് പഠിച്ച വ്യക്തികളെ പിന്തുടരുന്നത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ വരുന്നത് അവരുടെ നേരിട്ടുള്ള നിരീക്ഷണ രീതി ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ ഫോളോ ചെയ്യുന്നത്, പഠിച്ച വ്യക്തികളെ പിന്തുടരുന്നത്. നേരിട്ടുള്ള നിരീക്ഷണ രീതിയുടെ പരിമിതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൾഡ് ശ്രദ്ധ ഇൻ ഇന്ത്യൻ ഫിലോസഫി? ഇന്ത്യൻ തത്വചിന്തയിൽ ശ്രദ്ധ എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ വിശ്വാസവും ശ്രദ്ധയും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് ശ്രദ്ധ? ശ്രദ്ധ എന്നതിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? ആൻസർ വരുന്നത് മറ്റു ജീവികളോടുള്ള കരുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്റ്റോറി ഓഫ് വജാസ്ട്രവ കൺവേ ടു പോസ്റ്ററി ആസ് എ ലെസൺ ഓഫ് ആൻഷ്യന്റ് സിവിലൈസേഷൻ? അതായത് പുരാതന നാഗരികതയുടെ ഒരു പാഠമായ വജ്രശ്രവയുടെ കഥ തലമുറക്കാർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന്, ആ ഒരു കഥയിൽ നിന്ന്. ആൻസർ എന്താണ്? മനുഷ്യരോടും അസുഖമുള്ള കന്നുകാലികളോടുമുള്ള ഒരു ആശങ്ക, അതാണ് ആ കഥയിൽ നിന്ന് കിട്ടുന്നത്. കഥയുടെ പേരാണ് വജ്രശ്രവയുടെ കഥ. ആ കഥ, വജ്രശ്രവയുടെ കഥ തരുന്നത് മനുഷ്യരോടുള്ള മനുഷ്യരോടും അസുഖവുമുള്ള കന്നുകാലികളോടുമുള്ള ഒരു ആശങ്ക, അതാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഗോഡ് ഓഫ് ഡെത്ത് ഫ്രേസ് നചികേത? ഓക്കെ, എന്തുകൊണ്ടാണ് മൃതദേവൻ നചികേതനെ മരിച്ചത് എന്നാണ്. എന്റെ ആൻസർ വരുന്നത് മനുഷ്യത്വത്തിലുള്ള അവന്റെ ശ്രദ്ധ കൊണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ശ്രദ്ധ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റോറി ഓഫ് നചികേത? ആൻസർ മനുഷ്യത്വത്തോടും നീതിയോടുമുള്ള കരുതൽ. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇനേബിൾ നചികേത ടു ക്വസ്റ്റ്യൻ ദ ഇൻജസ്റ്റിസ് ഓഫ് ഹിസ് ഫാദർ? പിതാവിന്റെ അനീതിയെ ചോദ്യം ചെയ്യാൻ നചികേതനെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ്. ആൻസർ യുക്തിസഹസമായ ചിന്ത. അദ്ദേഹത്തിന് യുക്തിസഹസമായ ചിന്തയാണ്. വാട്ട് ഈസ് ധർമ്മപദ? ധർമ്മപദ മീൻസ് ബുദ്ധന്റെ പ്രഭാഷണങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. ബുദ്ധന്റെ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് ധർമ്മപദ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ധർമ്മപദ മീൻ? എന്താണ് ധർമ്മപദ അർത്ഥമാക്കുന്നത്? എന്താണ്? പുണ്യത്തിലേക്കുള്ള പാത, അതാണ് ധർമ്മപദ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോണ്ടന്റ് ഓഫ് ധർമ്മപദ? ധർമ്മപദയുടെ ഉള്ളടക്കം എന്താണ്? ധർമ്മപദത്തിന്റെ ഉള്ളടക്കമാണ് സമാധാനപരമായ ജീവിതം നയിക്കാനുള്ള പാഠങ്ങൾ. ഓക്കെ, അതാണ് അതിന്റെ ഉള്ളടക്കം. ഇനി വാട്ട് ഈസ് ദ മേജർ കോൾ ഓഫ് ബുദ്ധ? ബുദ്ധന്റെ പ്രധാന വിളി എന്തായിരുന്നു? അർത്ഥം ആൻസർ വരുന്നത് ദുഃഖ നിർമ്മാർജ്ജനത്തിനായി ഉത്തരവാദിത്വവും ധാർമ്മികവുമായ ജീവിതം നയിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഉൾവിളി എന്നൊക്കെ പറയല്ലോ, അതാണ്. അതായത് ദുഃഖമില്ലാതെ ഉത്തരവാദിത്വമുള്ളതും ധാർമ്മികവുമായ ഒരു ജീവിതം നയിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മേജർ കോൾ ഓഫ് ബുദ്ധ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മേജർ ചോയ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ബുക്ക്? എന്താണ് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രധാന തിരഞ്ഞെടുപ്പ് എന്താണ് എന്നാണ്. ആൻസർ പുണ്യവും തിന്മയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ്. പുണ്യവും തിന്മയും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു വി ചോസ് ടു ഹെൽപ്പ് ഹ്യൂമൻ ബീയിങ്? അതായത് സച്ചിന്തകൾ മനുഷ്യരെ എങ്ങനെയാണ് അത് സഹായിക്കുന്നത് എന്നാണ്. ആൻസർ വരുന്നത് ഊർജ്ജസ്വലവും ശാന്തവുമായ ജീവിതം നയിക്കാൻ അത് അവരെ പ്രാർത്ഥിക്കാനും ഒക്കെ കാരണമാകുന്നു എന്നുള്ളതാണ്. ഊർജ്ജസ്വലവും ശാന്തവുമായ ജീവിതം നയിക്കാൻ അത് അവനെ പ്രാപ്തനാക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ് എന്നുള്ളത് മനുഷ്യനെ സഹായിക്കുന്നത് അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് എവിൽ തോട്ട്സ്?
ദുഷ്ചിന്തകളുടെ സ്വാധീനം എന്താണെന്നാണ് ആൻസർ. അത് വെറുപ്പും സമ്മർദ്ദവും കൊയ്യുകയും വ്യക്തിത്വത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. സിമ്പിൾ. നമ്മളെ വെറുപ്പും സമ്മർദ്ദവും അത് കൂട്ടുന്നു, അതുകൂടെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ അത് നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ചോയ്സ് കം ഇൻ യുവർ ഡെയിലി ലൈഫ്? നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് വരുന്നത് എന്നാണ് ആൻസർ വരുന്നത്. ശരിയും തെറ്റും പോലെ തന്നെ തിരഞ്ഞെടുപ്പ് ജോഡികളായി വരും. ശരിയും തെറ്റും ഏതാണെന്നുള്ള ഒരു ഇതിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്രമാദം? എന്താണ് അപ്രമാദം? അതായത് ഉയർന്ന ആത്മീയ പാതയാണ് നമ്മൾ അപ്രമാദം അല്ലെങ്കിൽ അപ്രമാദ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് എ പേഴ്സൺ വിത്ത് അപ്രമാദ? അപ്രമാദമുള്ള ഒരാളുടെ പൊതു സ്വഭാവം സവിശേഷത എന്താണെന്നാണ് ആൻസർ. അവർ തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ജാഗ്രതയുള്ള ആളായിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രെയിനിങ് ഇൻ മൈൻഡ്? നമ്മളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് ഉദ്ദേശം എന്താണ് എന്നാണ്. അതായത് നമ്മൾ നല്ല ചിന്തകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ മനസ്സിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ഡിസിപ്ലൈൻഡ് മൈൻഡ്? അച്ചടക്കമില്ലാത്ത ഒരു മനസ്സിന്റെ സ്വാധീനം എന്താണ്? അത് അവരെ വല്ലാതെ ശ്വാസം മുട്ടിക്കുകയും അതുപോലെ തന്നെ അവരുടെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഇമ്പാക്ട് ഓഫ് ഡിസിപ്ലൈൻഡ് മൈൻഡ്. ഓക്കെ. ഡിസിപ്ലൈൻഡ് ആയിട്ടില്ലാത്ത മനസ്സിനെ അതെന്താണ്? നമ്മുടെ സമാധാനമൊക്കെ നശിപ്പിക്കാൻ ചെയ്യുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് അൺകൺട്രോൾഡ് ഇന്നർ ഡ്രൈവ്സ്? നമ്മളുടെ ആന്തരിക ഒരു ഡ്രൈവുകളുടെ സ്വാധീനം എന്താണ്? അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അതൊരു തടസ്സമാകുന്നു. നെക്സ്റ്റ്, വെയർ ഡു ദ ഫൂൾസ് ഇൻഡ്യൂൾജ്? നെക്സ്റ്റ്, വെയർ ഡു ദ ഫൂൾസ് ഇൻഡ്യൂൾജ് ദംസെൽസ്? വിഡ്ഢികൾ എവിടെയാണ് സ്വയം ആഹ്ലാദിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയാണ്? മോശം പ്രവർത്തികളിലാണ് വിഡ്ഢികൾ സ്വയം അവർ തന്നെ ഒരു ആഹ്ലാദിക്കുന്നത് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ചാപ്റ്റർ ഇൻ ദ ധർമ്മപദ ഡിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് ഗുഡ് പീപ്പിൾ ആൻഡ് ഗുഡ് ഡീഡ്സ്? നമ്മളെ ധർമ്മപദത്തിലെ ഏത് അധ്യായത്തിലാണ് നല്ല മനുഷ്യരുടെയും അവരുടെ പോലെ തന്നെ നല്ല പ്രവർത്തികളുടെയും ഒക്കെ വിശദാംശങ്ങൾ പറയുന്നത് എന്നാണ്. അതിന്റെ ആൻസർ ജ്ഞാനികൾ എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മേജർ ട്രേറ്റ്സ് ഓഫ് വൈസ് മെൻ? ഒരു ജ്ഞാനിയുടെ പ്രധാന സ്വഭാവം എങ്ങനെയാണെന്ന്? അത് അദ്ദേഹം സത്യസന്ധമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. ജ്ഞാനി എന്ന് പറയുന്ന ആളുകൾ സത്യസന്ധമായ ജീവിതമായിരിക്കും നയിക്കുന്നത്. ഇനി, വാട്ട് ഡു ദ ചാപ്റ്റേഴ്സ് ഓൺ എവിൽ ആൻഡ് പണിഷ്മെന്റ്? നമ്മുടെ തിന്മ, ശിക്ഷ എന്നിവയെ കുറിച്ചുള്ള ഒരു അധ്യയനം ഏതാണ് എന്നാണ്. എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ആൻസർ വരുന്നത് ഒരു മാനവിക സമീപനമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ചാപ്റ്റർ സ്പീക്സ് അബൌട്ട് ദ ചാരിറ്റി ഇൻ ദ ബുക്ക്? നമ്മുടെ പുസ്തകത്തിലെ ജീവകാരുണ്യത്തെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് എന്നാണ്. അധ്യായം ലോകം എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ എ മോങ്ക്? ഒരു സന്യാസിയുടെ അയോഗ്യത എന്താണ്? സന്യാസി അയോഗ്യത ആവുന്നത് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴാണ് ഒരു സന്യാസി അയോഗ്യനാകുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ധർമ്മപദ? ധർമ്മപദത്തിന്റെ സന്ദേശം എന്താണ്? ശ്രദ്ധിക്കുക, ധർമ്മപദമൊക്കെ നമുക്ക് ആവർത്തിച്ച് വരുന്നുണ്ട് കേട്ടോ. ധർമ്മപദത്തിന്റെ സന്ദേശം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സമാധാനപരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗപ്പെ? എന്താണ് അഗപ്പെ എന്നതിന്റെ അർത്ഥം? മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഒരു നിരുപാധികമായ സ്നേഹം അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ഒരു നിസ്വാർത്ഥമായ സ്നേഹത്തിനെയാണ് എന്ത് പറയുന്നത്? അഗപ്പെ എന്നുള്ളത് മീൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കനോസിസ്? കനോസിസിന്റെ അർത്ഥം എന്താണെന്ന്? യേശു ക്രിസ്തുവിന്റെ സ്വയം ശൂന്യമാക്കൽ. യേശു ക്രിസ്തുവിനെ സ്വയം ശൂന്യമാക്കലാണ് അതിന്റെ അർത്ഥം, കനോസിസ് എന്നുള്ളതിന്റെ അർത്ഥം. നെക്സ്റ്റ്, വൈ ഡിഡ് ജീസസ് ക്രൈസ്റ്റ് റിനൗൺസ് ഹിസ് ഡ്രൈവ് നേച്ചർ ഓൺ ദ വേർജ് ഓഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജീസസ് ക്രൈസ്റ്റ് സറണ്ടർ ഹിംസെൽഫ് ടു ദ വിൽ ഓഫ് ഗോഡ്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ദൈവത്തിന് സ്വയം സമർപ്പിച്ചത്? എന്താ കാരണം? നഷ്ടപ്പെട്ട മനുഷ്യരാശിയെ രക്ഷിക്കാൻ ദൈവത്തിന് അദ്ദേഹം കഴിയും എന്നതുകൊണ്ടാണ് അദ്ദേഹം അവിടെ സ്വയം അദ്ദേഹത്തെ സമർപ്പിച്ചത്. നെക്സ്റ്റ്, വൈ ഡിഡ് ജീസസ് ക്രൈസ്റ്റ് പെർഫോം സെൽഫ് റീഅനൗൺസ്മെന്റ്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു സ്വയം അദ്ദേഹത്തിന് ത്യജിച്ചതെന്ന്?
അതായത് മറ്റുള്ളവരുടെ നന്മയും മറ്റ് സഹജീവികളുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ ത്യജിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോർ ടീച്ചിങ് ഓഫ് ഇസ്ലാം? ഇസ്ലാമിന്റെ സഹപഠനം എന്താണ്? ആൻസർ, മനുഷ്യവർഗത്തിന്റെയും ദൈവത്തിന്റെയും ഏകത്വം. ഓക്കെ, ആൻസർ. വാട്ട് ഈസ് ഇൻസാൻ ഇൻ ഇസ്ലാം? എന്താണ് ഇൻസാൻ ഇസ്ലാമില്? അതിന്റെ അർത്ഥം വരുന്നത്, ആൻസർ വരുന്നത് മാനവികത. നെക്സ്റ്റ്, വാട്ട് ഈസ് ബനു അദാം? എന്താണ് ബനു അദാം? എന്താണ് ബനു അദാം എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ ആദമിന്റെ മക്കളാണ് ബനു അദാം. ഓക്കെ, നെക്സ്റ്റ്, ഹു ഇസ് ദ ഫാദർ ഓഫ് മാൻകൈൻഡ്? മനുഷ്യരാശിയുടെ പിതാവ് ആരാണ്? ആദം നബി. ഓക്കെ, ആൻസർ ആദം നബി. ഹു ഈസ് എ ഗോഡ് ഇൻ ദ ഇസ്ലാമിക് റിലീജിയൻ? ഇസ്ലാം മതത്തിന്റെ ദൈവം ആരാണ്? അല്ലാഹു. നെക്സ്റ്റ്, വിച്ച് ആർ ദ മേജർ ആട്രിബ്യൂട്ട്സ് ഓഫ് അല്ലാഹ്? അല്ലാഹുവിന്റെ പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ്. അതിന് അദ്ദേഹത്തിന്റെ റഹ്മാൻ റഹീം എന്നാണ്, അതായത് കരുണ എന്നുള്ളതാണ് കേട്ടോ. ഹൗ മെനി ടൈംസ് ഓഫ് മുസ്ലിം പ്രേസ്? എത്ര തവണയാണ് മുസ്ലിംസ് പ്രേ ചെയ്യുന്നത്? 5 തവണ. വിച്ച് ഈസ് ദ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഇൻ ദ ടീച്ചിങ് ഓഫ് ഇസ്ലാം? ഇസ്ലാമിന്റെ അധ്യാപനത്തിന്റെ നിർണായക ഘടകം ഏതാണ്? റഹ്മ, കരുണ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ദ ഹോളി ഖുറാൻ? ഖുറാന്റെ പ്രാരംഭമായ ആദ്യത്തെ അധ്യായം ഏതാണെന്നാണ് കേട്ടോ. അൽ ഫാത്തിഹ. അൽ ഫാത്തിഹ. നെക്സ്റ്റ്, ഹു സെഡ് ഷോ മേഴ്സി ടു ഓൾ ഓൺ എർത്ത് ആൻഡ് ഗോഡ് വിൽ ഷോ മേഴ്സി ടു യു? അതായത് ഭൂമിയിലുള്ള എല്ലാവരോടും കരുണ കാണിക്കും, അപ്പൊ ദൈവം നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ ആരാണ്? മുഹമ്മദ് നബി. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ബി മെർസിഫുൾ? കരുണയുള്ളവനായിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ സഹായിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് പ്രൊഫറ്റ് മുഹമ്മദ് സ്റ്റാൻഡ് അപ്പ് റെസ്പെക്ട്ഫുള്ളി വൈൽ എ ഫ്യൂണറൽ പ്രൊസഷൻ ഓഫ് എ ജൂ പാസ്ഡ് വേ? അതായത് ഒരു യഹൂദന്റെ ശവസംസ്കാര ഘോഷയാത്ര കടന്നു പോകുമ്പോൾ മുഹമ്മദ് നബി ആദരവോടെ എഴുന്നേറ്റ് നിന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു മൃതദേഹത്തോടുള്ള ബഹുമാനം കാരണം. അറിയാലോ നമുക്ക്. ഇനി നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫിലോസഫി ആൻഡ് ടീച്ചിങ് ഓഫ് ശ്രീ നാരായണ ഗുരു ഇൻ കോംപ്രഹെൻസീവ് ഫോർമാറ്റ്? അതായത് ഗുരുവിന്റെ തത്വചിന്തയും ഉപദേശങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് സമഗ്ര രൂപത്തിൽ വിശദീകരിക്കുന്ന ഗ്രന്ഥം ഏതിലാണ് അത് വിശദീകരിക്കുന്നത് എന്നാണ്. ആ ഒരു ഗ്രന്ഥത്തിന്റെ പേര് അനുകമ്പ ദശകം. അനുകമ്പ ദശകം. നെക്സ്റ്റ്, ഹൗ മെനി ശ്ലോക്സ് ആർ ഇൻക്ലൂഡ് ഇൻ ദ അനുകമ്പ ദശകം? എത്ര ശ്ലോകങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? 10 ശ്ലോകങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ത്രെഡ് ഓഫ് ദ ഫസ്റ്റ് 5 ശ്ലോകാസ്? ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ ത്രെഡ് എന്താണ്? അനുകമ്പയാണ് അതിന്റെ ത്രെഡ് വരുന്നത്, ആദ്യത്തെ 5 ശ്ലോകത്തിന്റെ. വാട്ട് ഡസ് ദ ലാസ്റ്റ് 5 ശ്ലോക ഡിസ്കസ്? ആദ്യത്തേത് അനുകമ്പയാണ്, ലാസ്റ്റ് 5 ശ്ലോകങ്ങളുടെ ത്രെഡ് എന്താണ് ചർച്ച ചെയ്യുന്നത്? ലോകമെമ്പാടുമുള്ള വലിയ മത നേതാക്കളുടെ അനുകമ്പ. ലോകത്തെമ്പാടുമുള്ള മത നേതാക്കളുടെ അനുകമ്പയാണ് അവസാനത്തെ 5 ശ്ലോകയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹു ആർ ദിസ് റിലീജിയസ് ലീഡേഴ്സ്? ആരൊക്കെയാണ് മത നേതാക്കൾ എന്നാണ്. അതിന്റെ ആൻസർ ശ്രീശങ്കരൻ, ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു, മുഹമ്മദ് നബി, മറ്റു ചില തമിഴ് ശൈശവ സന്യാസിമാർ. അപ്പൊ അതിന്റെ ആൻസർ ശ്രീശങ്കരൻ, ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു, മുഹമ്മദ് നബി, മറ്റു ചില തമിഴ് ശൈവ സന്യാസിമാർ. ഇതൊക്കെയാണ് ആ ഒരു മത നേതാക്കളായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ സോൾ കോസ് ഓഫ് ഓൾ മിസ്റ്ററീസ് ഇൻ ദ വേൾഡ് ഓഫ് ശ്രീനാരായണ ഗുരു? എല്ലാ ദുരിതങ്ങളോടെയും ആത്മാക്കളായ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയിൽ കാണുന്നത് എന്താണ് എന്നാണ്. അതായത് അജ്ഞത മൂലം അൻപുവിന്റെ അന്ത്യമാണ് ആ ഒരു കൃതിയിൽ കാണുന്നത്. വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ടീച്ചിങ് ഓഫ് ശ്രീനാരായണ ഗുരു? ഗുരുവിന്റെ ഉപദേശങ്ങളുടെ സാരം എന്താണ് എന്നാണ്. മാനവികത. ശ്രദ്ധിക്കുക, എല്ലാത്തിന്റെയും മാനവികത എന്നുള്ളത് നിങ്ങൾ മിക്ക മതങ്ങളുടെയും ആ ഒരു സാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മാനവികത എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓർക്കാനും എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഷഡ്ഭാവ? അതായത് എന്താണ് ഷഡ്ഭാവ വികാരം? അത് എല്ലാം കടന്നു പോകുന്ന ആ ഒരു 6 ഘട്ടങ്ങളാണ് അതില് ഷഡ്ഭാവ വികാരം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വാട്ട് ഈസ് ഹെൽഡ് അബൌവ് ദ 6 ഫേസ്? ആ 6 ഘട്ടങ്ങൾ ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? 6 ഘട്ടങ്ങളിലും മുകളിൽ നടക്കുന്നത് എന്താണ് എന്നാണ്. അതിന് നടക്കുന്നത് ജ്ഞാനം. ഹു ലീഡ്സ് ദ
വിച്ച് വാസ് ലൈഫ് as per the philosophy of ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ചാര ജീവിതം നയിക്കുന്നത് ആരാണ്? അരുളും അനുകമ്പയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി വാട്ട് ആർ ദ ബേസിക് ക്വാളിറ്റീസ് ദാറ്റ് ശ്രീനാരായണ ഗുരു upheld as the method for peace of happiness? സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഗുരുവിന്റെ തത്വം അനുസരിച്ച് ആരാണ് എന്നുള്ളതാണ്. അത് അരുളുള്ള ഒരു വ്യക്തി സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ ആയിരിക്കുമെന്നാണ് ഗുരുവിന്റെ തത്വം അനുസരിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കരുണ മീൻ ടു ബുദ്ധ? കരുണ എന്നതുകൊണ്ട് ബുദ്ധൻ എന്താണ് അർത്ഥമാക്കുന്നത്? എല്ലാവരോടുമുള്ളൊരു സഹതാപം എന്നാണ് കരുണ കൊണ്ട് ബുദ്ധൻ അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സെൻട്രൽ തീം ഓഫ് ദ ഫിലോസഫി ഓഫ് ബുദ്ധ? ബുദ്ധചിന്തയുടെ കേന്ദ്ര വിഷയം എന്താണെന്ന്? നമ്മുടെ മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെ പ്രശ്നം അതാണ് ബുദ്ധന്റെ ഒരു തത്വചിന്തയുടെ കേന്ദ്ര വിഷയം. ഇനി ഹു പ്രൊപ്പനൈസ്ഡ് ദ 8-fold പാത്ത്? അഷ്ടമാർഗം നിർദ്ദേശിച്ചത് ആരാണെന്നാണ്? അഷ്ടമാർഗം നിർദ്ദേശിച്ചത് ശ്രീബുദ്ധനാണ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ മെയിൻ ത്രെഡ് ഓഫ് ബുദ്ധാസ് ഫിലോസഫി? ബുദ്ധന്റെ തത്വചിന്തയുടെ മെയിൻ ത്രെഡ് എന്താണെന്നാണ്? അഹിംസ. ഓക്കെ. നെക്സ്റ്റ്, ഹൗ മെനി വേർഷൻ ഓഫ് ബുദ്ധിസ്റ്റ് ഫിലോസഫി ആർ പോപ്പുലർ ഇൻ ഇന്ത്യ? നമ്മുടെ ബുദ്ധന്റെ ദർശനത്തിന് എത്ര പതിപ്പുകളാണ് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളത്? എത്ര എണ്ണാണ്? 2 എണ്ണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ബ്രഹ്മവിഹാര? എന്താണ് ബ്രഹ്മവിഹാരം? ആൻസർ, തേരാവാദ പാരമ്പര്യത്തിന്റെ പ്രതിപാദിക്കുന്ന ധ്യാനത്തിന്റെ 4 മടങ്ങ് വിഭജനമാണ് ബ്രഹ്മവിഹാരം എന്നുള്ളത് കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4-fold ഓഫ് തേരവാദ ട്രഡീഷൻ? നമ്മുടെ തേരവാദ പാരമ്പര്യത്തിന്റെ 4 ഭാഗങ്ങൾ ഏതാണെന്നാണ്? അതിൽ ആദ്യത്തേത് കരുണ, നെക്സ്റ്റ് മൈത്രി, മറ്റേത് മുദിത, ഉപേക്ഷ. ഇത് 4 തേരവാദ പാരമ്പര്യത്തിന്റെ 4 ഭാഗങ്ങൾ. തേരവാദ പാരമ്പര്യത്തിന്റെ 4 ഭാഗങ്ങൾ. അടുത്തത്, മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവ്രിവെയർ ഹീസ് ഇൻ ചെയിൻസ്. ഹൂസ് ദ ഓതർ ഓഫ് ദിസ് കോട്ട്? ഈ ഒരു മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവര് ചെങ്ങലകളിലാണ്, ചെയിനിലാണ് എന്ന് പറഞ്ഞത് അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ്? റുസ്സോ. ഓക്കെ, റുസ്സോ ആണ് അതിന്റെ ഉപജ്ഞാതാവ്. നെക്സ്റ്റ്, ഹൗ ഡസ് ഇമ്മാനുവൽ കാന്റ് ഡിഫൈൻ എൻലൈറ്റ്മെന്റ്? നമ്മുടെ ഇമ്മാനുവൽ കാന്റ് എങ്ങനെയാണ് അത് ജ്ഞാനോദയത്തെ, എൻലൈറ്റ്മെന്റിനെ നിർവചിച്ചത്? ആൻസർ, മനുഷ്യൻ സ്വയം വരുത്തി വെച്ച ശിക്ഷണത്തിൽ നിന്നുള്ള മോചനം. അതാണ് ഇമ്മാനുവൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എൻലൈറ്റ്മെന്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫിലോസഫിക്കൽ ബേസ് പ്രൊപ്പനൈസ്ഡ് ബൈ ഇമ്മാനുവൽ കാന്റ് ഫോർ എമനൈസേഷൻ? അതായത് നമ്മുടെ ഇമ്മാനുവൽ കാന്റ് വിമോചനത്തിന് മുന്നോട്ട് വെച്ച ദാർശനിക അടിത്തറ, ബേസ് എന്താണ് എന്നുള്ളതാണ്. ആൻസർ, സ്വാതന്ത്ര്യമോ സ്വയം ഭരണമോ ആയിരിക്കുക. സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ സ്വയം ഭരണമോ ആയിരിക്കുക. നെക്സ്റ്റ്, ഹൗ ഡിഡ് കാൾ മാർക്സ് കൺസിഡർ ഇമാൻസിപ്പേഷൻ? അതായത് മോചനത്തെ എങ്ങനെയാണ് കാൾ മാർക്സ് പരിഗണിക്കുന്നത്, പറയുന്നത്? അതായത് ചൂഷണത്തിൽ നിന്നുള്ള മോചനമാണ് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ വേർഡ് ബന്ധു മീൻ? ഉബണ്ടു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ആൻസർ, ഉബണ്ടു എന്ന് പറഞ്ഞ മാനവികത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഉബണ്ടു ഇല്ലുസ്ട്രേറ്റ്? എന്താണ് ഉബണ്ടു ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്? അതായത് മനുഷ്യന്റെ ധാർമ്മിക അസ്തിത്വത്തിന്റെ ആശയം, മായിട്ടുള്ള അസ്തിത്വത്തിന്റെ ആശയമാണ് ഉബണ്ടു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ട് ഇസ് ദ അസർട്ടേഷൻ ഐ ആം ബിക്കോസ് ഓഫ് യു മീ? ഞാൻ നിങ്ങൾ കാരണം എന്ന വാദത്തിന്റെ അർത്ഥം എന്താണ്? അതായത് നമ്മുടെ മനുഷ്യ പ്രകൃതിയുടെയും ഒരു പരസ്പര ബന്ധത്തിനെയാണ് അത് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ എസൻസ് ഓഫ് ബന്ധു? ബന്ധുവിന്റെ സാരാംശം എന്താണ്? ഒരു വ്യക്തി മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നു, മാനവികത എന്നുള്ളതാണല്ലോ അത് മീൻ ചെയ്യുന്നത്. എസൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നു, അതിനെയാണ് ഉബണ്ടു എന്നുള്ളതിന്റെ ഒരു സാരാംശം പറയുന്നത്, മാനവികത എന്നുള്ളതിന്റെ സാരാംശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഉബണ്ടു കൺസിഡർ ഹ്യൂമാനിസം? എങ്ങനെയാണ് ഉബണ്ടു ഈ ഹ്യൂമാനിസത്തിനെ, മാനവികതയെ പരിഗണിക്കുന്നത്? അതായത് ഹ്യൂമാനിസം എന്നുള്ളത് വ്യക്തിപരമല്ല, അത് സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, അതൊരു സമൂഹത്തെ, സൊസൈറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതെന്നാണ് ഉബണ്ടു ഹ്യൂമാനിസത്തിനെ കൺസിഡർ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. യൂണിറ്റ്
1 ബേസ് ചെയ്തിട്ടുള്ള. അതിൽ തന്നെ നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളത് നമുക്ക് പൂർണ്ണമായിട്ടും വിവരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും നോട്ട്സോ മറ്റോ വേണമെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി. എന്തായാലും ആ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ശ്രദ്ധിച്ചോളുക. ഡിഫൈൻ ദ ടേം ശ്രദ്ധ മെൻഷൻഡ് ഇൻ ദ കഥ ഉപനിഷത്ത്. അതായത് നമ്മളുടെ കഥ ഉപനിഷത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അനുസരിച്ച് ശ്രദ്ധ എന്ന പദം എന്താണെന്നുള്ളത് നിർവചിക്കുക. അത് 2 മാർക്കിന്റെ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കെനോസിസ് ഇൻ ക്രിസ്ത്യൻ തിയോളജി? ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ കെനോസിസിന്റെ പ്രാധാന്യം എന്താണ്? What is the central idea behind ശ്രീനാരായണ ഗുരുസ് കോൺസെപ്റ്റ് ഓഫ് അനുകമ്പ? അതായത് അനുകമ്പ എന്നുള്ള ആശയത്തിന് പിന്നിലെ കേന്ദ്ര ആശയം എന്താണെന്നുള്ളത് എഴുതുക. അതും 2 മാർക്സിന് വരാട്ടോ നമുക്ക്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റോറി ഓഫ് നചികേത ഇൻ കഥ ഉപനിഷത്ത് ആൻഡ് ഇറ്റ്സ് റിലവൻസ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ശ്രദ്ധ. അതായത് കഥോപനിഷത്തിലെ നമ്മളെ നചികേതയുടെ കഥയുടെ പ്രാധാന്യം ശ്രദ്ധ എന്ന ആശയത്തോടുമുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഒന്ന് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വിശദീകരിക്കുക. നെക്സ്റ്റ്, ഡിസ്കസ് ദ ടീച്ചിങ് ഓഫ് ധർമ്മപദ ഓൺ ലീഡിംഗ് വിർച്വസ് ലൈഫ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിംഗ് വൺസ് മൈൻഡ്. നമ്മുടെ ധർമ്മപദത്തില് സത്വൃത്തമായ ജീവിതം നയിക്കുന്നതിനെ കുറിച്ചും മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുന്നതിന്റെയൊക്കെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അഗപ്പെ ഇൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ പ്രൊമോട്ടിംഗ് സോഷ്യൽ ചോയ്സസ് ആൻഡ് എംപത്തറ്റിക് ലവ്. നമ്മളെ അഗപ്പെ, ക്രിസ്ത്യൻ മതത്തിൽ അഗപ്പെ എന്ന ആശയമില്ലേ, അത് നമ്മളെ സൊസൈറ്റിയെ എങ്ങനെയാണ് സഹാനുഭൂതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രാധാന്യം എങ്ങനെയാണെന്ന് അഗപ്പെ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് വിവരിക്കുക. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസാനിയ ആൻഡ് റഹ്മ ഇൻ ഇസ്ലാം ആൻഡ് ദെയർ റിലവൻസ് ഇൻ പ്രൊമോട്ടിംഗ് ഹാർമണി ആൻഡ് കമ്പാഷൻ ഇൻ സൊസൈറ്റി. അതായത് ഇൻസാനിയുടെയും റഹ്മയുടെയും പ്രാധാന്യം, കരുണയുടെയും പ്രാധാന്യം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഐക്യം ഉണ്ടാവുന്നത് എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചർച്ച ചെയ്യുക. കരുണ എങ്ങനെയാണ് സൊസൈറ്റിയുമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഉബുണ്ടു ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ഹ്യൂമൻ നേച്ചർ ഫ്രം ആഫ്രിക്കൻ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവ്. അതായത് ആഫ്രിക്കയിലെ ഒരു ദാർശനിക വീക്ഷണത്തോടു കൂടി ഉബുണ്ടു എന്ന മനുഷ്യ സ്വഭാവത്തിന് മനസ്സിലാക്കുന്ന ആശയം എന്താണെന്ന് എഴുതുക. നെക്സ്റ്റ് നമുക്ക് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് എമാൻസിഫിക്കേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻലൈറ്റ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്സ്. എസ്സേ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതായത് ജ്ഞാനോദയത്തിന്റെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമോചനം എന്ന ആശയത്തിൽ പ്രാധാന്യം ചർച്ച ചെയ്യുക. വിമോചനം എന്നുള്ളതാണ്. നെക്സ്റ്റ് മറ്റൊരു ലോങ് എസ്സേ വരുന്നതാണ്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കരുണ. കരുണ എന്നുള്ളത് ബുദ്ധന്റെ ആൻഡ് പീസ്ഫുൾ, നമ്മുടെ ബുദ്ധമതത്തിലെ കരുണ, അനുകമ്പ എന്നുള്ള ആശയം. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രസക്തി എങ്ങനെയാണ് എന്നുള്ളത്, അത് അനുകമ്പ, കരുണയെ കുറിച്ച് ബുദ്ധന്റെ കോൺസെപ്റ്റിലെ കേട്ടോ, അത് എഴുതുക. അത്രയും ആയിരിക്കും നമുക്കൊരു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. 10 മാർക്കിന്റെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ എക്സാമിന് എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്നുള്ള ആ ഒരു കോഴ്സിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും, അതുപോലെ തന്നെ നമ്മളെ ഷോർട്ട് എസ്സേയും ഷോർട്ട് ആൻസർ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസിന്റെയും ഒരു രൂപം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് മൊത്തത്തിൽ ആ ഒരു എല്ലാ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ എസ്ഐക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യം എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രാധാന്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്കൊരു 4 ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. 5 ബ്ലോക്കുകളാണുള്ളത്. അപ്പൊ 5 ബ്ലോക്കുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീർക്കാം. നിങ്ങൾക്ക് ഹ്യൂമാനിസം ആൻഡ് ലോജിക്കിന് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത കാണാം. നന്ദി, നമസ്കാരം.